തൃശൂർ ചെറുതുരുത്തി പൈങ്കുളത്ത് ഒഴുക്കിൽപ്പെട്ട് കാണാതായ 4 പേരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. ഷാഹിനയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഭർത്താവ് കബീർ, സറ ബന്ധുവിന്റെ മകൻ ഫുവാവത്ത് എന്നിവർക്കായി തിരച്ചിൽ തുടരുകയാണ്. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, ദാരുണമായ സംഭവം, ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ബാക്കിയുള്ളവർക്കായി തിരച്ചിൽ പുരോഗമിക്കുകയാണല്ലോ. മണിയോടുകൂടിയാണ് ഈ അപകടം സംഭവിച്ചത്. ചേലക്കര മണ്ഡലത്തിലെ പാഞ്ഞാൾ പഞ്ചായത്തിലെ പൈങ്കുളത്തുള്ള ശ്മശാനം കടവിലാണ് ഇത്തരത്തിൽ ഒരു കുടുംബത്തിലെ 4 പേർ അപകടത്തിൽപ്പെട്ടത്. ചെറുതുരുത്തി സ്വദേശിയായ ഓടക്കൽ വീട്ടിൽ കബീർ, ഭാര്യ ഷാഹിനയുടെയും കബീറിന്റെയും മകൾ സറ 10 വയസ്സാണ്. ഷാഹിനയുടെ സഹോദരിയുടെ മകൻ തനു എന്ന് വിളിക്കുന്ന ഫുവാദ് 12 വയസ്സാണ്. ഇത്തരത്തിലുള്ള 4 പേരാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിൽ ഷാഹിനയെ നാട്ടുകാർക്ക് രക്ഷിച്ച് പുറത്തെത്തിക്കാനായെങ്കിലും ആശുപത്രിയിൽ എത്തിക്കും വഴി മരണം സംഭവിച്ചതായാണ് പ്രദേശവാസികളും നാട്ടുകാരും നൽകുന്ന വിവരം. വൈകിട്ട് 5 മണിയോടുകൂടിയാണ് ഇവർ ഈ പ്രദേശത്ത് ശ്മശാനം കടവിലെത്തി കുളിക്കാൻ ഇറങ്ങിയത്. പൊതുവെ ശാന്തമായി ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ. ജലനിരപ്പ് അധികമില്ല. പക്ഷേ എങ്കിൽ പോലും അപകടകരമായ രീതിയിലുള്ള അടിയൊഴുക്കുകൾ ഇവിടെ ഉണ്ട്. അതേ തുടർന്ന് ഈ ആളുകൾ ഒഴുക്കിൽപ്പെട്ടതാകാമെന്നുള്ളൊരു സംശയവും പ്രാഥമിക നിഗമനവുമാണ് എല്ലാവർക്കും ഉള്ളത്. മറ്റുള്ള ഒഴുക്കിൽപ്പെട്ട് കാണാതായ 3 ആളുകളെയും കണ്ടെത്തുന്നതിന് വേണ്ടി കബീറിനെയും സറയെയും സനുവിനെയും കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്നുകൊണ്ടാണ് ഈ തിരച്ചിൽ നടത്തുന്നത്. ഇവര് ചെറുതുരുത്തി സ്വദേശികൾ തന്നെ ആയതുകൊണ്ട് ഭാരതപ്പുഴയെ കുറിച്ച് ഒരു ഏകദേശ ധാരണ എല്ലാവർക്കും തന്നെ ഉണ്ടാവേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഇവിടെ എത്തി ഈ ഇത്തരത്തിൽ ഒഴുക്കിൽപ്പെട്ടത് എന്നതടക്കമുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഈ പ്രദേശത്തുള്ള ബന്ധുവീട്ടിൽ മറ്റും എത്തിയതാണ് ഇവരെന്നും പറയപ്പെടുന്നു. ഏതായാലും ഇതൊക്കെ സംബന്ധിച്ചൊരു കൃത്യമായ വിവരങ്ങൾ ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസും ഫയർഫോഴ്സും മറ്റും ഇപ്പോൾ പരിശോധനകൾ ഊർജിതപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഒഴുക്കിൽപ്പെട്ട് കാണാതായവരുടെ ഇനി കണ്ടെത്താമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. രാത്രി വൈകിയും അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതായാലും 2 കുട്ടികളും ദമ്പതികളും അടക്കമുള്ള 4 പേരാണ് ഒഴുക്കിൽപ്പെട്ടത്. ഒരാളുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അരുണ്യ. ശരി, തൃശൂർ ചെറുതുരുത്തി പൈങ്കുളത്താണ് ദാരുണമായ സംഭവം. 4 അംഗ കുടുംബം ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയതായിരുന്നു. ഇതിൽ ഒരാളുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തി. 3 പേർക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. ലെവിൻ കെ വിജയനാണ് തൃശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.